ഹലോ എവ്രിവൺ, എല്ലാവരും സുഖം സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർഷമായി ഏകദേശം ഞാനൊരു Q&A വീഡിയോ ചെയ്തിട്ട്. സോ ഞാൻ വിചാരിച്ചു കുറേ ലൈഫ് അപ്ഡേറ്റ്സ് ഉണ്ട്, സോ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് അപ്ഡേറ്റ്സും തരാം, Q&A വീഡിയോയും ചെയ്യാം. സോ വിതൗട്ട് എനി ഫർദർ ado, ലെറ്റ്സ് ബിഗിൻ ദിസ് വീഡിയോ. ആദ്യം തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സഫ്നാസ് മാജിക്കൽ ഷോ ആണ് ചോദിച്ചിട്ടുള്ളത്, വൈ യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ. ഞാനൊരു 10th ഗ്രേഡിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ബ്ലോഗ് എഴുതാറുണ്ടായിരുന്നു. സോ 12th ഗ്രേഡ് വരും ആകുമ്പോഴത്തേക്ക് തന്നെ കുറേ പുസ്തകങ്ങൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി, റിവ്യൂസിന് വേണ്ടിയിട്ട്. പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെ റിവ്യൂ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഈ കുറേ സൈഡ് ഇൻകം പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ thoroughly എൻജോയ് ചെയ്തു. പിന്നീട് നമ്മുടെ ലൈഫ് ഗ്രാജുവേഷനൊക്കെ പഠിത്തമൊക്കെ ആയപ്പോൾ അതെല്ലാം നിർത്തി. അപ്പോൾ വിശാലാണ് ഞാൻ എപ്പോഴും യൂട്യൂബ് കാണുന്നത് ആസ് എ സ്ട്രെസ് ബസ്റ്റർ. ഞാനത് കാണുന്നത് വിശാൽ എപ്പോഴും ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നീ ബ്ലോഗ് എഴുതാറുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നീ ഒരു വീഡിയോ ലോഗ് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തത്? ഇപ്പോൾ കുറേയും കൂടി ആൾക്കാർ വീഡിയോസ് ആണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും വിചാരിച്ചു ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നത്. പിന്നെ അങ്ങനെ ഇരുന്ന് ക്യാമറ എങ്ങനെയാണ് ആംഗിൾസ് സെറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഇത്രയും വർഷമായിരുന്നിട്ട് പഠിച്ചെടുത്തൊരു സംഭവമാണ്. ഇപ്പോഴാണ് യൂട്യൂബ് എന്ന് പറയുന്ന കാര്യത്തിനോട് ഇത്രയും ഇഷ്ടം എനിക്ക് തോന്നി തുടങ്ങിയത്. സോ ഒരു ഇമ്പൾസ് സ്റ്റാർട്ടായിരുന്നു. ഹസ്ബൻഡ് ആയിരുന്നു മേജർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട്. ദിയ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ യു ഫേസ് ദ ക്വസ്റ്റ്യൻ വിശേഷമൊന്നും ആയില്ലേ ഓർ എനിബഡി ആസ്ക് യു ലൈക്ക് ദാറ്റ്, എസ്പെഷ്യലി പേരൻസ് ആൻഡ് റിലേറ്റീവ്സ്, ഹൗ ആർ യു ഡീലിംഗ് വിത്ത് ദാറ്റ് ബിക്കോസ് ഐ ആം ഫേസിങ് ഇറ്റ്, ഓർ ഫെമിനിസം ഇൻ യുവർ പെർസ്പെക്റ്റീവ്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, പക്ഷേ വിശേഷം ഒന്നായില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതൊരു ഒഫെൻസീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. കാരണം കുറേ ആൾക്കാർ അത് ജെന്യൂൻലി നമ്മളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളതിനെ എങ്ങനെയാണ് കാണുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളതിനെ ആൾക്കാരെ നമ്മളെ നോവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് കരുതുമ്പോഴാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഒഫെൻസീവായിട്ട് തോന്നുന്നത്. സോ ഞാനിപ്പോൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റ് UAE അധികം എനിക്ക് ഫാമിലി റിലേറ്റീവ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്യാൻ വന്നിട്ടില്ല. സോ ഫാർ ഇവിടെ ആയതുകൊണ്ടായിരിക്കും ഇത്തരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസ് ഒന്നും ഫേസ് ചെയ്യാൻ വന്നിട്ടില്ല. ഫേസ് ചെയ്യാൻ പോലും നമുക്കൊരു അതിൻ്റെ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ആൻസർ ഇല്ലേ. സോ ആ ആൻസർ പറയാം, അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. 3 സിസ്റ്റർ ലൈഫ് സ്റ്റൈൽ ആൻഡ് വ്ളോഗ്സ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് യുവർ ഗോൾ ഓഫ് ലൈഫ്? എനിക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എത്തിക്കൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് എൻ്റെ ലൈഫിലെ ഗോൾ. സുനൈജ ഹരീസ് ചോദിച്ചിട്ടുള്ളത്, ഹോബീസ് ദാറ്റ് മേക്ക് യു പ്രൊഡക്റ്റീവ്. എൻ്റെ ഹോബി ആസ് സച്ച് എന്ന് പറയുന്നത് യൂട്യൂബ് ഒരു ഹോബി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ബട്ട് ഇറ്റ് ടേൺഡ് അപ്പ് ഇൻ ടു എ പാസീവ് ഇൻകം സോഴ്സ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഹോബി എന്ന് പറയുന്നത് കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പം എൻ്റെ കറൻറ്റ് ഹോബി. പക്ഷേ ഇതുവരെ ഒന്നും കാശ് ലൂസ് ചെയ്യാതെ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഐ ഹോപ്പ് ഐ ഡോണ്ട് ലൂസ് ലോട്ട് ഓഫ് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഫർഹാന ചോദിച്ചിട്ടുള്ളത്, ഹൗ ഡു യു ഡീൽ വിത്ത് നെഗറ്റീവ് ഓർ ടോക്സിക് പീപ്പിൾ? സോ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എൻ്റെ ജീവിതത്തിൽ അധികം ആൾക്കാരൊന്നുമില്ല. എനിക്ക് ഉള്ള ആൾക്കാർ തന്നെ ഞാൻ കുറേ അധികം സമയമെടുത്ത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമേ ആണുള്ളത്. അതല്ല എനിക്ക് ടോക്സിക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവരോടായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ സമയം വളരെ ലിമിറ്റഡ് ആണ്. സോ ആ ഒരു സമയം എന്നെ ഇഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതല്ലാതെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമയമല്ലേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. സോ ഐ ഇഗ്നോർ ദം. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് എനിക്ക് എന്തായാലും ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല. സോ അതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യും അങ്ങനത്തെ ആൾക്കാരെ. ലക്ഷ്മി യുവർ ആൻഡ് വിശാൽസ് നേറ്റീവ് പ്ലേസ് ഇൻ കേരള. എൻ്റെ നാട് തൃശ്ശൂർ വായനശാല എന്ന് പറയുന്ന സ്ഥലത്താണ്. വിശാലിൻ്റെ നാട് പാലക്കാടാണ്. ശരണ്യ OS, ചേച്ചി എന്താണ് പഠിച്ചിട്ടുള്ളത്? ഞാൻ MBA ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ പ്ലാനിങ്, ഡിസിപ്ലിൻ ഇതൊക്കെ എന്ന് തൊട്ടാണ് ലൈഫിൽ കൊണ്ടുവന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ്. ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഡിസിപ്ലിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ടൈം ടേബിൾ എഴുത് എന്ന് പറയുന്നത്. ആ കുട്ടിക്കാലത്തൊന്നും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും ഇതിനെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
പൂനെയിൽ ഞാൻ MBA ചെയ്യാൻ വന്ന ഒരു സമയത്താണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി ഓർഗനൈസ് ജീവിതത്തിന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ അധികം ലോസസ് ലൈഫിലുണ്ടാവും, ബീറ്റ് മണി ഓർ ഫിനാൻസസ്. അങ്ങനത്തെ റിയലൈസേഷൻ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പിന്നെ ദുബായ് വന്ന് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൂടി ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതല്ലാതെ ചെറുപ്പം തൊട്ടിട്ടല്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. ഐ ബിലീവ് ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന സമയത്താണ് ഞാൻ കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ആൻഡ് ബേസിക് ഗ്രാമർ ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെടുത്തത്. അല്ലാതെ എനിക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് വളരെയധികം ഇംഗ്ലീഷിലുണ്ടായിരുന്നു. കോളേജിൽ പോണ സമയത്തൊക്കെ എന്നെ എന്താ പറയുക, ബുള്ളി എന്ന് പറയില്ല, പക്ഷേ കളിയാക്കിയിരുന്നു, ടീസിങ് ഒക്കെ ഉണ്ടായിരുന്നു. മദർ ടങ് ഇൻഫ്ലുവൻസ് ഹെവി ആണ് ഉള്ളത്. അതുകൊണ്ട് അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ്മാരൊക്കെ റെക്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷിൽ 2 കാര്യങ്ങളാണ്. ഗ്രാമർ ഡെഫിനറ്റ്ലി ഡിഫിക്കൾട്ട് പാർട്ടാണ്. പക്ഷെ നമ്മൾ ഗ്രാമർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കുറേ അധികം നമ്മുടെ ജീവിതത്തിൽ നിന്നിട്ട് സമയം പിടിക്കും. അതുകൊണ്ട് റാദർ ദാൻ ഫോക്കസ് ഓൺ ബിസിനസ് ഇംഗ്ലീഷ്, സോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശരിക്കും എനിക്ക് പറ്റിയത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചിട്ടും പോഡ്കാസ്റ്റ് കേട്ടിട്ടും ഒക്കെയാണ്. അങ്ങനെയാണ് ഫ്ലുവൻസി കിട്ടിയിട്ടുള്ളത്. സോ ഗ്രാമറിൻ്റെ പുറകിൽ പോവാതെ റാദർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ഫോർ അവർ ജനറൽ ലൈഫ് ആൻഡ് കോർപ്പറേറ്റ് ലൈഫ്. റുഫീന ഗാർഫിൻ ചോദിച്ചിട്ടുള്ളത്, ഹായ്, ആർ യു എ മിനിമലിസ്റ്റ്? ഇഫ് യെസ്, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ഇന്ത്യൻസ്? ബിക്കോസ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ആർ ലിവിംഗ് ഇൻ എ ജോയിന്റ് ഫാമിലി. ഡു യു തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ ടു ബി മിനിമലിസ്റ്റ് ബീങ് എ മെമ്പർ ഇൻ എ ജോയിന്റ് ഫാമിലി? ബൈ ദ വേ യുവർ കോണ്ടന്റ്സ് ആർ ഓസം. താങ്ക് യു റുഫീന. യെസ്, ഞാനൊരു പ്രാക്ടീസിങ് മിനിമലിസ്റ്റ് ആണ്. ഞാൻ വളരെ റീസെൻ്റ്ലി ആണ് മിനിമലിസത്തിനെ പറ്റിയിട്ട് കൂടുതലും എനിക്ക് പഠിക്കാൻ പറ്റിയത് ത്രൂ യോഗ പഠിക്കാൻ പോയപ്പോഴാണ് ഒരു അപാരിഗ്രഹ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞത്. അപാരിഗ്രഹ എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ കോണ്ടന്റ് ആയിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതായിരുന്നു അപാരിഗ്രഹ എന്ന കോൺസെപ്റ്റ്. സോ അങ്ങനെ ജീവിക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കുറേ അധികം നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അത് ഇൻഫ്ലുവൻസ് ആവും എന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. സോ എനിക്ക് 2019 തൊട്ടിട്ട് ഞാൻ 2021 വരെ മേക്കപ്പ്, ക്ലോത്ത്സ് ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. സോ ഇത് എൻ്റെ ഡിസിഷൻസാണ്, ഇതെൻ്റെ ഡിസിഷനാണ്, ഇതെൻ്റെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ആണ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ ഫർണിച്ചർ കുറച്ച് താമസിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ നമ്മൾ പണ്ടൊരു 2018 എങ്ങനെയായിരുന്നു ഫർണിച്ചേഴ്സ് അതെല്ലാം വിറ്റിട്ട് നമ്മളൊരു സിമ്പിൾ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഡൈനിങ് ടേബിൾ വിറ്റു. ഇതെല്ലാം എനിക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എത്രത്തോളം എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഫാമിലി എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ ആ ഡിസിഷൻസ് ഒന്നും എടുത്തൊന്നും വരില്ല. കാരണം എൻ്റെ ഡിസിഷൻസ് മറ്റുള്ളവർക്ക് ഒരു ബേർഡൻ ആവാൻ പാടില്ല എന്നതുകൊണ്ടാണ്. സോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അത് തന്നെയാണ് മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റും. സോ നിങ്ങളും ഒരു ജോയിൻറ്റ് ഫാമിലിയിലൊക്കെയാണ് താമസിക്കുന്നത്, യെറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ മിനിമലിസ്റ്റ് ആവാം. അതല്ലാതെ ഈ ഒരു കോൺസെപ്റ്റ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രസം ഉണ്ടാവില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മിനിമലിസ്റ്റ് ആണ്. ഞാൻ ഹസ്ബൻഡിനോട് എത്ര പ്രാവശ്യം ഞാൻ പറയാറുണ്ട്, ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് വിശാലിനോടും പറയും എന്താണ് ക്ലോത്ത്സ് ഒന്നും എടുക്കാത്തത് എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വിശാൽ പറയുന്ന ഒരു ആൻസർ ആയിരുന്നു, എനിക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ ക്ലോത്ത്സ് ഉണ്ട്, ഐ ഡോണ്ട് നീഡ് മോർ. ആൻഡ് വിശാൽ ഷോപ്പിംഗ് ചെയ്യാറേ ഇല്ല ഇയർ ലോങ്. ഹാർഡ്ലി ബർത്ത്ഡേസിന് ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. വളരെ മിനിമലിസ്റ്റ് ആണ്. അപ്പോൾ വിശാൽ എനിക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ കുറേ അധികം എനിക്ക് തോന്നുന്നു വിശാൽ ഒരു മിനിമലിസ്റ്റ് ആയത് കൊണ്ട് തന്നെയാണ് എനിക്കും കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ആയത് എന്ന് ഞാൻ പറയാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഒരു ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ പോലും മിനിമലിസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. സഫ്ന നസീബ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് യുവർ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്? വളരെ റീസെൻ്റ്ലി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പീരിയഡ് ആണ് എന്ന് ഞാൻ പറയാം. ഞാൻ യോഗ 1 month ഓഫ് റെസിഡൻഷ്യൽ കോഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ. അവിടെ പോയിട്ട് അവിടെ താമസിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ് യോഗ.
എന്നെ വളരെയധികം ഹംബിൾ ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു 31 ഡേയ്സ് ഓഫ് എക്സ്പീരിയൻസ്. അത് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ സ്പിരിച്വൽ ലെവലിലായിട്ട് എനിക്ക് വളരെയധികം ഹാപ്പിനെസ് തന്നൊരു കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും ഞാൻ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് ന്യൂസൊക്കെ വായിക്കുന്ന സമയത്തും ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു യോഗയുടെ വൈബ്സ് ഒക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. സോ ദാറ്റ് ഞാൻ എൻ്റെ ഒരു അൺപ്ലസൻറ്റ് ഡേ പ്ലസൻ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു മെമ്മറീസ് തന്നെ എനിക്ക് ഇറ്റ്സ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ മൈ ലൈഫ് ടൈം. സോ ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു 1 month ഓഫ് റെസിഡൻഷ്യൽ പ്രോഗ്രാം വളരെ ടാക്സിങ് ആയിരുന്നു. വളരെയധികം 9 hours ഓഫ് എവറി ഡേ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ആസനാസ് ചെയ്യുക, തിയോറി പഠിക്കുക, അതൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്സ് ആയിരുന്നു. പക്ഷേ വളരെയധികം എൻജോയബിളും ആയിരുന്നു. സോ ഫിസിക്കലി ടാക്സിങ് ആയിരുന്നു, പക്ഷേ സ്പിരിച്വലി ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ജേർണി. ആൻഡ് അതെനിക്ക് ചെയ്യാൻ പറ്റിയതും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. So that is my most memorable experience in my life as of now. It's me San ചോദിച്ചിട്ടുള്ളത്, ചേച്ചി എനിക്ക് 12 വയസ്സായി, എനിക്ക് ബോഡി ഫാറ്റ് കുറയ്ക്കണം എന്നുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്? ബോഡി ഫാറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറ്റ് ആണ് 80% ആൻഡ് 20% എക്സസൈസ് ആണ്. ഇത് ആസ് ക്ലീഷേ ആസ് ഇറ്റ് സൗണ്ട്സ്, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം ഒഴിവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രൈഡ് ഐറ്റംസ് ആൻഡ് ഷുഗർ ആണ്. ഈ 2 കാര്യങ്ങൾ ഒന്നും ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ തനിയെ ഫാറ്റ് ലോസ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒരു 30 to 40 minutes ബ്രിസ്ക് വാക്ക് എവറി ഡേ ചെയ്ത് നോക്കൂ. ഹിഡൻ ടാലൻസ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ചേച്ചി ഇത്രയും കാര്യം മാനേജ് ചെയ്യുന്നത്? എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഏറ്റവും ഇഷ്ടം, അത് ഇനിയും ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇനിയും ട്രൈ ചെയ്യാം. ഇങ്ങനെ മാനേജ് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻ ആൻഡ് പേപ്പർ, അതാണ് ഫിസിക്കലി എനിക്ക് ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു കാര്യം. ഫിസിക്കലി എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ എഴുതിയിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് അല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ റിമൈൻഡർ ദാറ്റ് ഇന്നത്തെ ദിവസം എനിക്കിത് ചെയ്യണം എന്നൊരു റിമൈൻഡറാണ് എപ്പോഴും എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സ്മാർട്ട് സൈഡ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻകംപ്ലീറ്റഡ് ഡ്രീംസ്. ഇൻകംപ്ലീറ്റ് ഡ്രീം എന്ന് പറയുന്നത്, എനിക്ക് ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് ട്രാവൽ ചെയ്യണം ബൈ ട്രെയിൻ എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അത് എപ്പോൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഐ തിങ്ക് മേ ബി ഒരു റിട്ടയർമെൻ്റ് ആവുന്ന ഒരു സമയത്ത് ഇന്ത്യ മൊത്തം ബൈ ട്രെയിൻ, റെയിൽ റോഡ് എനിക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഒരു ഡ്രീം ഉണ്ട്. സോ ആസ് ഓഫ് നോ അതൊരു ഇൻകംപ്ലീറ്റ് ഡ്രീമാണ്. അപ്കമിങ് ടോപ്പിക്സ് ഫോർ യൂട്യൂബ്, എനിക്ക് കുറച്ചും കൂടി കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. സോ എൻ്റെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് അതാണ്. സോ അതും കുറച്ചും കൂടി എനിക്ക് യൂട്യൂബിൽ കൊണ്ടുവരണം. എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. 3 advices for youngsters from your experience. യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് പറയാനുള്ള 3 അഡ്വൈസ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ എന്തെങ്കിലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെല്ലാം യെസ് പറയാം. നമുക്ക് എന്താണ് ആ ഓപ്പർച്യൂണിറ്റി നിന്നിട്ട് പിന്നീട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആവുന്നത് അത് പറയാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങളിൽ ഞാൻ യെസ് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷേ കോളേജ് ലൈഫിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ മാക്സിമം എൻ്റെ പേടിനൊന്ന് സൈഡാക്കിയിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും എൻ്റെ പോലെ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കോളേജ് ടൈം പീരീഡിലത്തേക്കും അറ്റ്ലീസ്റ്റ് ആ ഒരു പേടിനൊന്ന് മാറ്റിയിട്ട് എല്ലാവരുടെ അടുത്തും എല്ലാം ബീറ്റ് എക്സ്ട്രീംലി ഗുഡ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ബീറ്റ് പുവർ സ്റ്റുഡൻറ്റ്, ഇങ്ങനെ ഫെയിൽ ആവുന്നൊക്കെ ആൾക്കാരുണ്ടാവില്ലേ കോളേജിലൊക്കെ, അവരോടും സംസാരിക്കണം. അവരോടും സംസാരിച്ച് അവരുടെ എന്താണ് ഡിഫിക്കൽട്ടീസ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോടും സോ എല്ലാം കാറ്റഗറീസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഹ്യൂമിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിന് പറയാനുള്ളത്, മാക്സിമം അറ്റ്ലീസ്റ്റ് ടൈം കിട്ടുമ്പോൾ മാക്സിമം സമയം പേരൻസിൻ്റെ അടുത്ത് ചിലവഴിക്കുക. കാരണം യങ് സ്റ്റേജിലാണ് നമ്മൾ കൂടുതലും നമ്മുടെ പേരൻസിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതം എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ പറ്റില്ല.
സയൻസ് കോർണർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ചേച്ചി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഐ ഗോട്ട് 3 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡ് ബട്ട് ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഈസ് ദ ഫീൽഡ് ഹാർഡ് ഫോർ എ നോർമൽ ഗേൾ? പ്ലീസ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഹൗ ടു ബി ഗുഡ് ഇൻ ദ ഫീൽഡ്? ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. നോർമൽ ഗേൾ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ ഒരു ഈസി ജോബാണോ എന്നാണ് ചോദിക്കുന്നത് എന്നാണ് തോന്നുന്നു. ഏത് ജോബായാലും ഡിഫിക്കൽട്ടാണ്. സെയിൽസ് ഒരു പൊടിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ടാർഗറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് എവറി ഡേ മാറ്റേഴ്സ്. ഇന്ന് നിങ്ങൾ എത്രത്തോളം ടാർഗറ്റ് ചെയ്തു അതും മാറ്റർ ചെയ്യും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. കുറേ ജോലികൾ അങ്ങനെയല്ല. കുറേ ജോലികൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് നമ്മൾ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ സെയിൽസ് എന്ന് പറയുന്നത് എവറി ഡേ നമുക്ക് ആ ഒരു സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ അടുത്ത ദിവസം കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ബിക്കോസ് എവറി ഡേ നമുക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് സെയിൽസ് ജോബ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ തരത്തിലുള്ള സെയിൽസ് ജോലി അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർക്കറ്റിംഗ് അങ്ങനെയല്ല. സോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോലികളാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് ജോലി ചെയ്യിപ്പിക്കുന്ന കുറേ കമ്പനീസ് ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വ്യത്യസ്തമായിട്ടുള്ള റോൾസ് ആണ്. മാർക്കറ്റിംഗ് ഒരു ഡെസ്ക് ജോബ് ആയിരിക്കും മോസ്റ്റ്ലി. മാർക്കറ്റിംഗ് കുറേയും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോബാണ്. ബട്ട് സെയിൽസിന് ക്രിയേറ്റിവിറ്റി അല്ല. സെയിൽസിന് കുറച്ചും കൂടി ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് എക്സ്പീരിയൻസ് വിത്ത് കസ്റ്റമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോലിയാണ്. കസ്റ്റമർ ഫേസിങ് ആയിട്ടുള്ളൊരു ജോലിയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ആൻഡ് കസ്റ്റമേഴ്സിൻ്റെ കൂടെ സംസാരിക്കുക, അവരുടെ നീഡ്സ് അറിയുക, അതിൻ്റെ അനുസരിച്ചായിട്ട് നമുക്ക് പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് സജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ജോലിയാണ് സെയിൽസ്. സോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരിക്കലും ഒരുമിച്ച് പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരുമിച്ചായിട്ടുള്ള റോൾസ് ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്കൊരു നോർമൽ ഗേൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചും കൂടി ഡെസ്ക് ജോബ് ആയിട്ടുള്ള ജോലിയാണ് വേണ്ടതെങ്കിൽ മാർക്കറ്റിംഗ് സൈഡിൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, MBA കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി മാർക്കറ്റിങ്ങിന് കയറുകയാണെങ്കിൽ മോസ്റ്റ്ലി അത് ചെറിയ കമ്പനീസിലൊക്കെ ആയിരിക്കും. വലിയ കമ്പനീസിൽ നിങ്ങൾക്ക് കോർ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ IIMs എന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു നല്ലൊരു B സ്കൂളിൽ നിന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഡയറക്റ്റ് എൻട്രി എന്തായാലും കിട്ടില്ല. സോ സെയിൽസ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കുറച്ച് പ്രഷർ ഉള്ളൊരു ജോലിയാണ്. നമുക്ക് സെയിൽസ് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ആർ ആൻസറബിൾ. സോ യെസ്, അതിൻ്റേതായൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ അതൊരു പാഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഒരു സെയിൽസ് ജോബിൽ പോവാം. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഫണ്ണായിട്ട് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ടാർഗറ്റ് റിലേറ്റഡ് ജോലിയാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ്സും കിട്ടും. സോ ഇൻസെൻറ്റീവ്സും ഉണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് സംസാരിക്കാൻ ആൾക്കാരെടുത്ത് കസ്റ്റമറോട് എടുത്ത് സംസാരിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ജോലി നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിനെ ചോദിച്ചിട്ടുള്ളത് ചേച്ചി ഡിഗ്രി ചെയ്ത സബ്ജക്റ്റ് ആയിരുന്നു ആൻഡ് യുവർ MBA എക്സ്പീരിയൻസ്. MBA എക്സ്പീരിയൻസ് ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ ബോട്ടാനിക്കൽ സയൻസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ MBA ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, MBA എക്സ്പീരിയൻസ് ശരിക്കും പറയുമ്പോൾ എന്നെ 100% എലവേറ്റ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്ന ഒരു വ്യക്തിനെ എന്നെ വളരെയധികം കോർപ്പറേറ്റ് റെഡി അല്ലെങ്കിൽ പോളിഷ് ആക്കിയിട്ട് എടുത്ത ഒരു കോഴ്സാണ് MBA എന്ന് ഞാൻ പറയും. സോ വെരി ബ്യൂട്ടിഫുൾ കോഴ്സ് MBA. ആ ഒരു ടീച്ചേഴ്സ് എല്ലാവരും വളരെയധികം എന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തൊരു കോഴ്സാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. സാരാൻ ചിഞ്ചു, വാട്ട് മെയ്ഡ് യു ചേഞ്ച് യുവർ ഫുഡ് പ്രിഫറൻസ് ആസ് യുവർ റീസെൻറ്റ് വീഡിയോ സജസ്റ്റ് ദാറ്റ് യു ഹാവ് ടേൺഡ് വെജിറ്റേറിയൻ? ഫുഡ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് ഗെയിൻ ആണ്. ഞാൻ UAE വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്തത്. അതിൻ്റെ റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പുറമേ നിന്നിട്ട് ആദ്യമൊക്കെ അമ്മ വെക്കുന്ന ഭക്ഷണങ്ങളാണല്ലോ ഞാൻ കഴിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പുറമേ നിന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു ആക്സസ് കിട്ടി. അപ്പോൾ അത് ഞാൻ കഴിക്കുന്ന ആ ഒരു ശീലം കൂടി. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് നിർത്താനായിട്ടുള്ളൊരു സമയമായി, ഈ ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈൽ. സോ ഒരു കുറച്ച് നാളത്തേക്ക് വെജിറ്റേറിയൻ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയത്. സോ ദാറ്റ് എനിക്ക് ആ ഒരു നോൺ വെജ് ഫുഡ് കുറച്ച് അഡിക്ഷൻ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെജിറ്റേറിയൻ ആയത്. പക്ഷേ റീസെൻ്റ്ലി 2 വർഷമായി ഞാൻ വെജിറ്റേറിയൻ ആയത്. റീസെൻ്റ്ലി ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ആൻഡ് പ്രോൺസ് വെച്ചിരുന്നു. സോ ഞാനത് ടേസ്റ്റ് ചെയ്തു. സോ
വെജ് പ്രിഫേറിയൻ ആണ് ഹസ്ബൻഡ് ഇതിനൊരു പേര് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ പറയുന്നതാണ് നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്, പക്ഷെ നോൺ വെജ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും എന്നുണ്ടെങ്കിൽ വെജ് പ്രിഫേറിയൻ എന്ന് പറയാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Second question, are you really this organized or trying to be organized person? Because I have been trying to be organized but I just couldn't get there. How to motivate oneself to be a better version? സോ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ചെയ്യുന്നത് എൻ്റെ റോൾ മോഡൽസ് ആണ്, പിന്നെ പുസ്തകങ്ങളാണ്. സോ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ സുധാമൂർത്തി ആൻഡ് അരുന്ധതി റോയ് ആണ്. ഇവർ രണ്ടുപേരെയും പറ്റിയിട്ട് എന്തെങ്കിലും പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ലൈഫിനെ കുറച്ചും കൂടി മോടി പഠിപ്പിക്കണം അല്ലെങ്കിൽ ബെറ്റർ ആക്കണം എന്ന് എനിക്ക് തോന്നും. സോ എനിക്ക് തോന്നുന്നു നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ റോൾ മോഡൽസിനെ കണ്ടെത്താം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോൾ മോഡൽസിനെ കണ്ടെത്താം ആൻഡ് അവരെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ദം. അതാണ് റോൾ മോഡൽസ്. റോൾ മോഡൽസ് ഷുഡ് ബി ദെയർ വിത്ത് യു ഓൺ എ ഡെയിലി ബേസിസ്. സോ എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഡ് മൊമെന്റ് വരികയാണെങ്കിൽ റോൾ മോഡൽസിനെ പറ്റി ചിന്തിക്കുക ആൻഡ് യു വിൽ പിക്ക് അപ്പ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് സുദീപാണ്, ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് UAE വന്ന് കഴിഞ്ഞിട്ടാണ് മെഡിറ്ററേനിയൻ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സ്പെഷ്യലി ഫലാഫൽ പ്ലാറ്റർ ഇതിഷ്ടമാണ്. അതല്ലാതെ എനിക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമാണ്. സാലറി ഇപ്പോൾ ഞാൻ 9 to 5 ജോബ് അല്ല ചെയ്യുന്നത്, ഞാനൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ കിട്ടുന്ന ഒരു ഇൻകമും ഉണ്ട്. സോ ആ ഒരു സാലറി എങ്ങനെയാണ് പറയുക, എല്ലാ മാസം വേരീഡ് ആണ് വരുന്നത്. ഐഷ ഷിഫ, ഹായ് ഐ ആം എ ഫെനാറ്റിക് ഓഫ് യു, വാട്ട് ഇൻസ്പയർ യു ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ലൈക്ക് ദിസ്? എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ആണ്. എനിക്ക് എന്നെ തന്നെ ഓടാൻ അല്ലെങ്കിൽ നടക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ കിതയ്ക്കുമായിരുന്നു. ആ ഒരു യങ് ഏജിൽ നമ്മളിങ്ങനെ കിതയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നെ തന്നെ. അപ്പോൾ സെൽഫ് ലവ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മളൊക്കെ പറയലില്ല. ആ ഒരു സെൽഫ് ലവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറച്ച് ചേഞ്ച് ചെയ്തത്. ഹായ് ചേച്ചി, ഐ ആം യുവർ ബിഗ് ഫാൻ, താങ്ക് യു ഗോപിക. വാട്ട് സ്കെയർസ് യു ദ മോസ്റ്റ്? എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെത്താണ്. അത് എനിക്കിപ്പോഴും അതാണ് ലൈഫിലെ ഏറ്റവും വലിയ സത്യം എന്ന് എനിക്കറിയാം, പക്ഷെ ആ ഒരു സത്യത്തിന് എനിക്ക് വളരെ പേടിയാണ്. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? അനിയനുണ്ട്, അശ്വിനാണ് പേര്. യുവർ ഫേവറേറ്റ് സ്പോട്ട് ഇൻ കേരള? എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് തൃശ്ശൂർ തന്നെയാണ്. പിന്നെ ഞാൻ കേരളത്തിൽ അധികം ട്രാവൽ ഒന്നും ചെയ്തിട്ടില്ല. സൗത്ത് സൈഡിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം ആ ഒരു സൈഡിൽ. ട്രിവാൻഡ്രത്തിൽ ഞാനൊരു ബീച്ച് പോയിട്ടുണ്ട്. എനിക്ക് ആ ബീച്ചിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ബീച്ചായിരുന്നു. ആ ഒരു ബീച്ച് എനിക്കിഷ്ടമാണ്. പിന്നെ തൃശ്ശൂരിലും ഒരു വലിയ ബീച്ചുണ്ട്, തളിക്കുളം ബീച്ചാണോ, പേര് തെറ്റി പറയുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു വലിയ ബീച്ചുണ്ട് തൃശ്ശൂരിൽ. ആ ഒരു ബീച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ ആ 2 ബീച്ച് എനിക്ക് നാട്ടിൽ ഇഷ്ടമുള്ളൊരു സ്ഥലങ്ങളാണ്. അമൃത ബാബു ചോദിച്ചിട്ടുള്ളത്, ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ സലോനി ശ്രീവാസ്തവ? മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ്സ് ആർ സിമിലർ ടു സലോനി. എനിക്ക് സലോനി ശ്രീവാസ്തവ് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സലോനിയുടെ കോണ്ടന്റ്സ് അധികം കാണാറില്ല, കാരണം കുറച്ച് റീസൺസ് ഉണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ സലോനിൻ്റെ കോണ്ടന്റ്സ് ഒന്നും കാണാറില്ല. പണ്ട് കാണാറുണ്ട്. പണ്ട് എനിക്കിഷ്ടമായിരുന്നു, കാരണം എൻ്റെയും ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെയായിരുന്നു. സോ അങ്ങനത്തെ വേറൊരു ആളെ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് കുറേയും കൂടി വീഡിയോസും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഹാപ്പി വേൾഡ് ചേച്ചിയുടെ വീട് എവിടെയാണ്? കറക്റ്റ് മലയാളം, വേറെ ഏതൊരു ലാംഗ്വേജ് ടച്ച് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വീട് എന്ന് പറയുന്നത്, ഞാൻ ബോംബെയിലാണ് ബോൺ ആൻഡ് ബോട്ടപ്സ്. എൻ്റെ വീട് ബോംബെ ആണ് ഞാൻ പറയുന്നത് എപ്പോഴും, പക്ഷേ നാട് തൃശ്ശൂരാണ്. ഞാൻ പഠിച്ചു വളർന്നതെല്ലാം ഒരു ബോംബെ അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ ഞാൻ പഠിച്ചു വളർന്ന സ്കൂളിലും പോലും പലതരത്തിലുള്ള നാട്ടിൽ നിന്നിട്ട് തന്നെ കണ്ണൂർ, ട്രിവാൻഡ്രം, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്നിട്ട് വരുന്ന മലയാളികൾ ഉണ്ടായിരുന്നു. മലയാളി കുട്ടികളുടെ കൂടെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സോ അവരുടെ മലയാളത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവും. അതായിരിക്കും എൻ്റെ മലയാളം. എല്ലാ സ്റ്റേറ്റിലെ ലാംഗ്വേജ് ഞാൻ പറയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഞാൻ മലയാളം പഠിക്കുന്നതും സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവും. മാലൂട്ടീസ് കോർണർ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മലയാളം മൂവി? എനിക്ക് ദുൽഖർ സൽമാൻ, പാർവതി, തിരുവോത്ത്, ഈ ആക്ട്രസിൻ്റെ മൂവീസ് എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഈ ഒരു ജനറേഷനിലുള്ള മൂവീസ് ഇല്ലേ, അതെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ്. ശില്പ നിതിൻ ചോദിച്ചിട്ടുള്ളത്, ഹൗ ഓൾഡ് ആർ യു? ഡു യു വിഷ് ടു ലിവ് ഇൻ സം അതർ കൺട്രി? എൻ്റെ വയസ്സ് 30+ ആണ്. ഡു യു വിഷ് ടു ലിവ് ഇൻ സം അതർ കൺട്രി? ഇഫ് യെസ്, വിച്ച് കൺട്രി ആൻഡ് വൈ? എനിക്ക് ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കാൻ ഇഷ്ടം, ആൻഡ് അതും സ്പെഷ്യലി ബോംബെയിലാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം. അതല്ലാതെ വേറൊരു കൺട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാരീസിൽ ജീവിക്കാൻ ഇഷ്ടമുണ്ട്. എനിക്ക് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് പാരീസ് തോന്നിയിട്ടുള്ളത്. അവിടെ ഇനി എപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു മെമ്മറി വളരെ സ്പെഷ്യലാണ്. അതും ഞങ്ങൾ പോയത് ഒരു ഏപ്രിൽ സമയത്താണ്. വളരെ ബ്യൂട്ടിഫുൾ സ്പ്രിങ് സീസണിലാണ് പോയത്.
അടിപൊളി പ്ലേസ് ആണ് പാരീസ്. അവിടെ താമസിക്കാൻ ഇഷ്ടമായിരിക്കും എനിക്ക്. യുവർ ഫേവറേറ്റ് മലയാളം യൂട്യൂബർ ഷാരിഖ് ഷംഷുദ്ദീൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ അവരെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒക്കെ എങ്ങനെ കൊണ്ടുവരണം അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഷാരിഖ് ഷംഷുദ്ദീൻ്റെ വീഡിയോസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സുജിത്ത് ചോദിച്ചിട്ടുള്ളത് യുവർ ലവ് സ്റ്റോറി ഡീറ്റെയിൽസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ലവ് മാരേജ് അതർവൈസ് അറേഞ്ച് മാരേജ് സ്റ്റോറി. ലവ് മാരേജ് തന്നെയാണ്. ലവ് സ്റ്റോറി എന്ന് പറയണമെങ്കിൽ അതൊരു വലിയ കഥയാണ്. സോ അത് മേ ബി ഇൻ എ സെപ്പറേറ്റ് വീഡിയോ. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ ഓൺട്രപ്രനോർഷിപ്പ് ഗോൾ? ഓൺട്രപ്രനോർഷിപ്പ് ഗോൾ എന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യയെ വെച്ചിട്ട് തന്നെ കുറേ അധികം സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ്സ് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടാലൻസ് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് തന്നെ ഇരിക്കും. ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ഒരു കൺട്രീസിനാണ് സർവീസ് കൊടുക്കുന്നത്. സോ മറ്റൊരു കൺട്രിയാണ് ഡെവലപ്പ് ആവുന്നത്. സോ ഇൻ എ നട്ട്ഷെൽ എന്തെങ്കിലും ഇന്ത്യക്ക് ബെനിഫിറ്റ് ആവുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ യൂത്തിന് ബെനിഫിറ്റ് ആവുന്ന എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ്. Why don't you bring your friends to your YouTube like rest of UAE YouTubers? Do you have very limited friends only? Yes, എനിക്ക് വളരെ ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിൾ ആണ്. പിന്നെ അവരൊന്നും മലയാളീസ് അല്ല, അതുകൊണ്ടാണ് അവരെ കൊണ്ടുവരാത്തത്. PS നൂർദീൻ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ എൻ്റെ ചോദ്യത്തിന് ആൻസർ തരുമോ എന്ന് എനിക്കറിയില്ല. ആൻസർ തരുന്നു. ആരാ ആദ്യം ഫൈറ്റ് ഉണ്ടാക്കാറുള്ളത്? ഫൈറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. ആരാ ആദ്യം സോൾവ് ചെയ്യുന്നത്? വിശാലാണ് സോൾവ് ചെയ്യുന്നത്. Nikki K, what was the worst phase in your life and how did you overcome it? Worst phase എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു അൺപ്ലെസൻറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അത് ഓവർകം ചെയ്തത് ഒരു പുതിയ തുടക്കങ്ങളൊക്കെ വെച്ചിട്ടാണ്. എന്തെങ്കിലും നമ്മളൊരു വേസ്റ്റ് ഫേസ് ഉണ്ടെങ്കിൽ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും എന്നൊരു പ്രോവർബിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ മറ്റൊരു വാതിൽ തുറന്നിട്ട് അതിനെ മേജറായിട്ട് ഫോക്കസ് ചെയ്ത് പോയപ്പോഴാണ് എനിക്ക് ആ ഒരു വേഴ്സ്റ്റ് ഫേസ് കുറച്ചും കൂടി നന്നായിട്ട് ഓവർകം ചെയ്യാൻ പറ്റിയത്. അശ്വതി ശ്രീകുമാർ ചോദിച്ചത് ഫേവറേറ്റ് പാർട്ട് അബൌട്ട് ലിവിങ് ഇൻ ദുബായ്. ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ദുബായിൽ വന്നിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു നല്ല സാലറി എനിക്ക് കിട്ടിയത്. ആ ഒരു സാലറി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് കുറേ അധികം ജീവിതത്തിലുള്ള ഡ്രീംസ് ആൻഡ് വിഷസ് ഫുൾഫില്ല് ചെയ്യാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ എനിക്ക് പറ്റി. സോ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്ന ഒരു സ്ഥലമാണ് ദുബായ്. സോ ദാറ്റ് ഇസ് ദ ഫേവറേറ്റ് പാർട്ട്. ഫേവറേറ്റ് വീഡിയോ ഇൻ മൈ ചാനൽ. എൻ്റെ ചാനലിൽ ഞാൻ UAE വന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമാറ്റിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഒരു ദിറം കൊണ്ട് UAE എന്തൊക്കെ ഹാപ്പിനെസ് നേടാം അതെൻ്റെ ഫേവറേറ്റ് വീഡിയോ ആണ്. വിൽ യു മേക്ക് അനദർ ചാനൽ? ഇംഗ്ലീഷിലൊരു ചാനൽ വേണം എന്ന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പുഷ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കോണ്ടന്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ ഇംഗ്ലീഷിലാണ്. ആ ഒരു സ്ക്രിപ്റ്റിനെ ഞാൻ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല. സോ എൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. സോ അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി മേ ബി ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കുന്നത്. മൈൽസ് ടു ഗോ ബൈ അശ്വിൻ ചോദിച്ചിട്ടുള്ളത് വിൽ യു മൂവ് ബാക്ക് ടു ഇന്ത്യ നൗ ദാറ്റ് യു ആർ എൻ ഓൺട്രപ്രനോർ? ഡെഫിനറ്റ്ലി യെസ്, ദാറ്റ് ഈസ് ദ പ്ലാൻ. പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം അൺസർട്ടനിറ്റി ലൈഫിൽ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് കുറച്ചും കൂടി സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. കുറച്ചും കൂടി കാൽക്കുലേറ്റഡ് ഡിസിഷൻ എടുക്കാം റാദർ ദാൻ ജമ്പിങ് ഓൺ ടു എനിത്തിങ്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഹൗ ഡിഡ് യു മൈൽസ് ടു ഗോ തന്നെ ചോദിച്ചതാണ്. ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ബിസിനസ്? ദ സ്റ്റെപ്സ്, ഹൗ യു ഫൗണ്ട് യുവർ വെൻഡേഴ്സ് എക്സെട്ര ദ പ്രോസസ്. ഓക്കെ, ഈ പ്രോസസ്സ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇവിടെ UAE ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ അധികം ലീഗാലിറ്റീസ് ഉണ്ട്. സോ ലീഗൽ വർക്ക്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഈസിലി നമുക്ക് എല്ലാം സപ്പോർട്ടും കിട്ടും ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ഫ്രം പീപ്പിൾ. സോ ഇവിടെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ UAE ലൈസൻസ് ആണ് എടുത്തിട്ടുള്ളത്. ആസ് ഓഫ് നൗ ഇ-കോമേഴ്സ് ലൈസൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആൻഡ് ട്രേഡിംഗ് ലൈസൻസ്. ഈ 2 ടൈപ്പ് ഓഫ് ലൈസൻസ് ആണ് എടുത്തിട്ടുള്ളത്. സോ ആസ് ഓഫ് നൗ ദ പ്രോസസ് ഹാവ് ബീൻ വെരി ഈസി. നിങ്ങൾ ഡയറക്ട്ലി ഗവൺമെൻറ് അല്ലെങ്കിൽ ഏജൻസി ത്രൂ നമുക്കിത് ചെയ്യാൻ പറ്റും. അവർ നമ്മളെ എല്ലാ രീതിയിലായിട്ടും ഹെൽപ്പ് ചെയ്യും ടു ഗെറ്റ് ദ ലൈസൻസ് ആൻഡ് ടു ഫങ്ഷൻ പ്രോപ്പർലി. സോ ഐ ഹോപ്പ് ഈ ഒരു Q&A വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ലൈഫിലെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾവേസ് ബീങ് മൈ കോൺസ്റ്റന്റ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ്.